ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പ്രതികൾക്കെതിരെ 308 വധശ്രമം വകുപ്പ് ചുമത്തിയതിൽ അസ്വാഭാവികത ഉണ്ട് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. പ്രതികൾക്ക് സ്വാധീന സാധ്യതയില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 പേരുടെ ആൾജാമ്യത്തിലും പ്രതികളെ ജാമ്യത്തിൽ വിടാമെന്ന് ഉത്തരവിൽ പറയുന്നു. രഘുനാഥ് നാരായണന്റെ ഇതുൾപ്പെടെ എന്തൊക്കെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി പിണറായിയുടെ മുൻ മുഖ്യമന്ത്രി ഗൺമാന്മാർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ വധശ്രമം ചുമത്തിയതിനെതിരെ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു. കാരണം കോടതിയിൽ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഇവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമായിരുന്നു പ്രോസിക്യൂഷനും ഒപ്പം തന്നെ SITയും വാദികളും കോടതിയെ അറിയിച്ചത്. എന്നാൽ പിന്നീട് ഈ 2 പ്രതികൾ അനിൽകുമാറും സന്ദീപും കീഴടങ്ങുന്ന ഘട്ടത്തിൽ കേസിൽ കീഴടങ്ങി അറസ്റ്റ് വരിക്കാനുള്ള ഒരു ഘട്ടത്തിലാണ് വധശ്രമം ചുമത്തുന്നത്. അത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് വാദം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തുറന്ന കോടതിയിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു. ഉത്തരവിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ 11/6 2 ദിവസത്തിൽ കഴിഞ്ഞ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം. 10 മണിക്ക് ഹാജരാകണം. ഇവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് 10 മണി മുതൽ 4 മണി വരെ ചോദ്യം ചെയ്യാം. ഇവർക്ക് കസ്റ്റഡിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാം. അഥവാ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഇവർക്ക് ജാമ്യം നൽകണം. ജാമ്യത്തിൻ്റെ വ്യവസ്ഥ രതീഷ് നേരത്തെ പറഞ്ഞതാണ്. 1 ലക്ഷം രൂപയും ഒപ്പം 2 പേരുടെ ആൾജാമ്യം. എന്ന് മാത്രവുമല്ല, ഇവർ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം. ഒപ്പം തന്നെ ഈ ജാമ്യവ്യവസ്ഥയിൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിധി വരുന്നിടം വരെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് മുന്നിൽ 10 മണിക്കും 11 മണിക്കും, അതായത് ഓൾട്ടർനേറ്റ് സാറ്റർഡേസ്, ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. ഇവർ മറ്റൊരു കുറ്റകൃത്യങ്ങളും ചെയ്യാൻ പാടില്ല. സാധാരണ നിലയിൽ ജാമ്യം ലഭിക്കുന്ന എല്ലാ മുൻകൂർ ജാമ്യത്തിന് മുൻപുള്ള വ്യവസ്ഥകളാണ്. ബാക്കിയെല്ലാം ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 11-ാം തീയതി അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഈ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ഈ മുൻ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഈ കേസിലെ പ്രതികളായ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സേനയിലുണ്ടായിരുന്ന 4 പേരും അദ്ദേഹത്തിൻ്റെ ഗൺമാനും 10 മണിക്ക് ഹാജരാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉത്തരവ്.